മലപ്പുറം ചീക്കോട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 12-കാരനായി ഇന്നും പരിശോധന. ഫയർഫോഴ്സും സ്കൂബ ടീമും പോലീസും നാട്ടുകാരും ചേർന്നാണ് പരിശോധന നടത്തുക. ഇന്നലെ വൈകിട്ട് കുളിക്കുന്നതിനിടെ അൻഷിഫ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേരുക കോഴിക്കോട് നിന്ന്. മിഥില, പറയൂ, ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് തെരച്ചിൽ നടക്കുക? സ്മിത, ഉന്മേഷ്, ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് ഈ 12 വയസ്സുകാരനെ അൻഷിഫിനെ പുഴയിൽ കാണാതായത്. ഫുട്ബോൾ കളി കഴിഞ്ഞതിന് ശേഷം കുളിക്കാനിറങ്ങിയതായിരുന്നു. ഈ സമയത്താണ് ഒഴുക്കിൽപ്പെട്ടത്. ഇന്നിപ്പോൾ മലപ്പുറം ചീക്കോടാണ് ഒഴുക്കിൽപ്പെട്ട് 12-കാരനെ കാണാതായത്. ഫയർഫോഴ്സും സ്കൂബ ടീമും പോലീസും നാട്ടുകാരും ചേർന്ന് ഇന്നും പരിശോധന നടത്തും. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കുളിക്കുന്നതിനിടെയാണ് അൻഷിഫ് ഒഴുക്കിൽപ്പെട്ടത്. പക്ഷേ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. മിഥില ബാലൻ, മിഥില പറയൂ. ഉന്മേഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് 5:30-ക്കാണ് ഈ 12 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ടത്. അൻഷിഫ് എന്നാണ് പേര്. ഫുട്ബോൾ കളിക്ക് ശേഷം കുളിക്കാനിറങ്ങിയതായിരുന്നു. അൻഷിഫിനൊപ്പം 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അൻഷിഫ് മാത്രമാണ് പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. ഇത് ചാലിയാറിന്റെ കൈവഴി കൂടിയാണ് ഈ ഒരു പുഴ. ചെറിയ പുഴയാണെങ്കിലും ആ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇന്നലെ ഇത് മലപ്പുറം ജില്ലയിലാണ്, അരീക്കോടാണ്. മലപ്പുറം മഞ്ചേരിയിലെ ഫയർഫോഴ്സ് യൂണിറ്റും തൊട്ടടുത്തുള്ള മുക്കത്തെ ഫയർഫോഴ്സ് യൂണിറ്റും സ്കൂബ ടീമും പോലീസും നാട്ടുകാരും എല്ലാം തന്നെ രാത്രി ഏറെ വൈകിയും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കണ്ടെത്താനായിട്ടില്ല. ഇപ്പോൾ പരിശോധന പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നുള്ള സ്കൂബ ടീമും കൂടി ഈ ഒരു സംഘത്തിനൊപ്പം ചേരും. മാത്രമല്ല NDRFന്റെ ഒരു ടീമിനെയും ഈ പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉന്മേഷ്, ഇതാ. മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേർന്നത്.